എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വസുമത് യോഗത്തെക്കുറിച്ച് പഠിക്കാം. നമ്മുടെ എല്ലാം ജാതകത്തിൽ ഈ യോഗഫലം ഉണ്ടോ എന്ന് വളരെ ലളിതമായ രീതിയിൽ നോക്കുവാൻ വേണ്ടി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കാൻ ആളെ പ്രേരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരുടെയും ജാതകമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ജാതകം എടുത്തു വെച്ചിട്ട് ഈ യോഗമുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ജാതകം ഇല്ല എന്നുണ്ടെങ്കിൽ പറയുക, തലക്കുറി എഴുതി നൽകാം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ പ്രമാണം ഇതാണ്. അത് നമ്മൾ ബൃഹജ്ജാതക പദ്ധതി എന്ന് പറയുന്ന ഒരു ബുക്കിലെയാണ് നോക്കുന്നത്. അപ്പോൾ ലഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ 3, 6, 10, 11 എന്നീ ഉപജയസ്ഥാനങ്ങളിൽ വ്യാഴം, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ നിന്നാൽ, അതായത് ശുഭഗ്രഹങ്ങൾ നിന്നാൽ അതീവ വസുമത് യോഗവും, 2 ഗ്രഹങ്ങൾ ഉപജയത്തിൽ നിന്നാൽ വസുമത് യോഗവും, ഒരു ശുഭൻ മാത്രം നിന്നാൽ അല്പ വസുമത് യോഗവുമാണ് ഫലം. അതായത് വസുമത് യോഗത്തിൽ ജനിക്കുന്നവൻ ഏറ്റവും ധനവാനായിരിക്കും. അപ്പോൾ ആ ധനത്തിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ സമ്പത്ത് കൂടുതലിൻ്റെയും കുറവിൻ്റെയാണ് ഈ അതീവം, സമം, അല്പം വസുമത് യോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ക്രിയയിലേക്ക് വന്നാൽ ഇത് കണ്ടോ, ലഗ്നം എന്ന് പറയുന്നതിന് ലാ എന്നായിരിക്കും നിങ്ങളുടെ ജാതകത്തിൽ കൊടുത്തിരിക്കുക. ചന്ദ്രൻ എന്നതിന് ചായും, അതുപോലെ തന്നെ വ്യാഴത്തിന് ഗു എന്നും ബുധന് ബു എന്നും ശുക്രൻ അല്ലെങ്കിൽ ഭൃഗു എന്നായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, അതീവ വസുമത് യോഗം ഇതാണ്. നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മേടലഗ്നമായിരിക്കും. ഈ 12 ഭാവങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലഗ്നം. അവിടെ നിന്ന് ഇപ്പം ഉദാഹരണമാണ് ഈ മേടലഗ്നത്തിൻ്റെ 1, 2, 3 ആ രാശി മുതൽ എണ്ണണം. അപ്പം 3, 4, 5, 6, 7, 8, 9, 10, 11 ഭാവങ്ങളിൽ ഇവിടെ എവിടെയെങ്കിലും ഈ 3 ഗ്രഹങ്ങൾ ഇങ്ങനെ ഗു എന്നോ ഭൂ എന്നോ ശു എന്നോ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ 3 ഈ 3 കളങ്ങളിലായിട്ട് വന്നാൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് അതീവ വസുമത് യോഗമായിരിക്കും. അടുത്തതായിട്ട് നമ്മളിവിടെ അതേ ഇത് തന്നെ എടുത്തു, സമവസുമത് യോഗം. ഈ 2 ഭാവങ്ങളിൽ എവിടെയെങ്കിലും ഒന്നുകിൽ 3 അല്ലെങ്കിൽ 6 11 വന്നാൽ, ഈ ഗ്രഹങ്ങൾ വന്നാൽ അപ്പോൾ അത് സമവസുമത് യോഗമാണ്. അടുത്തതായിട്ട് മൂന്നാമത്തത്, ഈ ഏതേലും ഒരു ഭാവങ്ങളിലാണ് ഇവർ 3 പേരിൽ ഒരാൾ വന്നാൽ അല്പ വസുമത് യോഗമാണ്. കാരണം സമ്പത്ത് അധികമുണ്ടാകില്ല, എങ്കിലും വലിയ ദാരിദ്ര്യമില്ലാതെ ജീവിച്ചു പോകാം. അപ്പോൾ ഇതാണ് വസുമത് യോഗത്തെക്കുറിച്ചുള്ള ഫലങ്ങളും അത് നോക്കേണ്ട വിധവും. ജാതകം നോക്കണം എന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ തലക്കുറി എഴുതിയെടുത്ത് തരണം എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ കൊടുത്തേക്കാം. എല്ലാവർക്കും നമസ്കാരം.